സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വ്ളോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വീഡിയോ അല്ല, ഓൾറെഡി നമ്മളിപ്പോൾ ഏകദേശം നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഒന്നാമത് നമ്മുടെ ഈ ഒരു ചാനലിൽ വ്ളോഗിൻ്റെ വീഡിയോ വരത്തിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചാനൽ ഉണ്ടല്ലോ, റിയൽ സഞ്ജു എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ചാനൽ നമ്മൾ ഫുട്ബോളിൻ്റെ ചാനലിൽ നമ്മളിപ്പോൾ ഡെയിലി ഗൈസ് ലൈവാണ്. അപ്പം ഏകദേശം ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ സ്ട്രീമുണ്ട് ഇപ്പോൾ ലൈവ് ഡെയിലി. അപ്പം ഗൈസ്, അപ്പം ലൈവ് രാവിലെ നമുക്കൊരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്നതും മിക്കവാറും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു 6 മണി സമയമ്പോഴാണ് പല സമയത്തും കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ അങ്ങനെ വീഡിയോ ഒന്നും വരാണ്ടിരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ആയാലും ആ ഒരു വീഡിയോ വ്ളോഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ വന്നിട്ടില്ല ഇതുവരെ. അപ്പം അന്നൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഓണത്തിന് ഞാൻ ഓൾറെഡി ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു എന്താ വീഡിയോ ഒക്കെ ഇടാത്തതിൻ്റെ ഗൈസ്. അപ്പോൾ ഇന്ന് ഓൾറെഡി ഞാൻ അന്ന് നമ്മൾ ആ ഒരു കള്ളൻ്റെ കുഴിച്ച് ഞാൻ വീഡിയോ അവിടെ വെച്ച് എൻഡ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ ഞാൻ അതിൻ്റെ ബാക്കി വീഡിയോ ഓൾറെഡി എന്തായാലും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾറെഡി ചെയ്യാൻ പോകണം. ഇത് ഓൾറെഡി പണ്ടൊക്കെ എല്ലാവരും ചെയ്തതാണ്. ഓൾറെഡി ഞാനിപ്പം നോക്കുമ്പോൾ നമ്മുടെ കുറേ പേരൊക്കെ ഈ ഒരു അക്കിനേറ്ററിൻ്റെ, അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യം ഈ ഒരു അക്കിനേറ്റർ പറയുന്നുള്ള സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനൽ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാൻ ഗൈസ്. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു അക്കിനേറ്ററിൻ്റെ സംഭവം നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യം നമ്മുടെ ലാലേട്ടർ നമുക്ക് നോക്കാട്ടെ. നമ്മുടെ ലാലേട്ടറാണ് നോക്കുന്നത്, മോഹൻലാൽ സാറിനെ. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ സംഭവം ഗൈസ്, എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട വീഡിയോയിലൊക്കെ എല്ലാവരും ക്യാരക്ടറാണ് എടുക്കുന്നത്, ഒബ്ജക്റ്റ് ഒന്നും എടുക്കുന്നവർ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും ക്യാരക്ടർ തന്നെ എടുക്കുന്നത്. ഈസ് യുവർ ക്യാരക്ടർ ഫീമെയിൽ അല്ല. അപ്പോൾ ഞാൻ നോ കൊടുത്തു. മച്ചവരെ ഓൾറെഡി എന്താ വെച്ചാൽ ഈസ് യുവർ ക്യാരക്ടർ ഇന്ത്യൻ, അത് റെഡിയാണ്. ഈസ് യുവർ ക്യാരക്ടർ മാരീഡ്, സത്യം. ഈസ് യുവർ ക്യാരക്ടർ ആക്ടർ, യെസ് ഗൈസ്. ഇവരെങ്ങനെ ഈ ഡസ് യുവർ ക്യാരക്ടർ ഫൈറ്റ് ഇൻ മൂവീസ്, സത്യം. ഈസ് യുവർ ക്യാരക്ടർ ഫ്രം സൗത്ത് ഇന്ത്യ, യെസ്. ഡസ് യുവർ ക്യാരക്ടർ ലീവ് ഇൻ കേരള, കറക്റ്റ്. ഈസ് യുവർ ക്യാരക്ടർ മുസ്ലിം, നോ. പിന്നെ കണ്ടോ, ഹാസ് യുവർ ബിഗ് ക്യാരക്ടർ ബിഗ് പാർട്ട് ഇൻ ബിഗ് ബോസ്, ഡസ് യുവർ ക്യാരക്ടർ പ്ലേ ഇൻ ഓസി. ഗൈസ്, ഈ ഒരു ഓസി സംഭവം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇത് ഓൾറെഡി എന്താ അറിയോ, ഡസ് യുവർ ക്യാരക്ടർ ഓൺ എ വെരി ബിഗ് ഹൗസ്, യെസ്. ഈസ് യുവർ ക്യാരക്ടർ, അത് ഗൈസ് എനിക്ക് അറിയില്ല. നമുക്ക് ശരിക്കും അത് നെറ്റ് നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഡോണ്ട് നോ എന്ന് കൊടുത്ത. ഈസ് യുവർ ക്യാരക്ടർ വുമൺ, നോ. കണ്ടോ ഗൈസ്, ഇത് ഫസ്റ്റ് അവന്മാർ കണ്ടുപിടിച്ച് തന്നു. അത് ആ ബിഗ് ബോസിന്റെ ചോദ്യം വന്നപ്പോൾ നമ്മുടെ ലാലേട്ടനെ കിട്ടിയത് ഏകദേശം എനിക്ക് പിടുത്തായിട്ട് ഗൈസ്. ഇത് എനിക്ക് തോന്നിയത് അറിയോ, ഈ അക്കിനേറ്റർ നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് തോന്നിയത് എന്തായാലും പിടുത്തം കിട്ടുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. നമുക്ക് നമ്മുടെ മമ്മൂക്കേനും കുറേ പേരൊക്കെ ഇനിയും ചെയ്യാണ്ട്. അടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് പെട്ടെന്ന് തന്നെ ഇവൻ എടുത്ത് സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അക്കിനേറ്റർ കണ്ടുപിടിച്ചു തന്നു. എത്രാം പ്രാവശ്യമാണ് കണ്ടുപിടിച്ച് തന്നത് കണ്ടോ ഇവിടെ കുറെ ഗൈസ്. അതിനുശേഷം സംഭവം എന്താ പറയുക, നമ്മുടെ മല്ലുപ്പസ് മാസ്റ്റർ ബ്രോയിനെയൊക്കെ കിട്ടി കേട്ടോ. മല്ലുവിനെ കിട്ടി, എന്നെ കിട്ടി. അത് ഞാൻ കാണിച്ചു തരാം. അത് ലാസ്റ്റ് ഒരു എന്താ പറയുക, എഴുത്തിലല്ല ഗൈസ്, ഒരു ഇതിലാണ് കിട്ടിയത്. സോളോ അണ്ണനെ കിട്ടി. പിന്നെ കുറേ ഇങ്ങനെ യൂട്യൂബേഴ്സിനെയൊക്കെ കിട്ടിയായിരുന്നു. അത് ഫോട്ടോ ഇല്ല കേട്ടോ ഗൈസ്, നമ്മുടെ ഫോട്ടോ ഇല്ല. മല്ലുവിൻ്റെ മാത്രമേ എനിക്ക് തോന്നുന്നു ഫോട്ടോ കിട്ടിയുള്ളൂ. പിന്നെ വക്കുട്ടി ബ്രോൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. വക്കുട്ടി ബ്രോൻ്റെ ഒക്കെ എഴുത്ത് മാത്രം ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എന്താ വെച്ചാൽ ആ ഒരു വീഡിയോ എടുത്തില്ല. ഇനി നമുക്ക് നമ്മുടെ വിജയ് സാറിനെ നോക്കാം, വിജയിനെ നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്യാരക്ടർ എടുക്കുന്നു ഗൈസ്. ഓൾറെഡി എന്താ അറിയോ, ഇത് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെയാണെങ്കിൽ അവിടെ ബാക്ക് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ ഫോണിലായതുകൊണ്ട് ഇത് കണ്ടില്ല. അതുകൊണ്ട് ചില എഡിറ്റൊക്കെ നമുക്ക് മാറിപ്പോയി. ഈസ് യുവർ ക്യാരക്ടർ ഫീമെയിൽ അല്ല ഗൈസ്. ഈസ് യുവർ ക്യാരക്ടർ ഇന്ത്യൻ, യെസ്. അത് യെസ് നമ്മൾ കൊടുത്തു. പിന്നെ ആക്ടറാണ്, യെസ്. ഈസ് യുവർ ക്യാരക്ടർ ഫൈറ്റ് ഇൻ മൂവീസ്, യെസ്. സൗത്ത് ഇന്ത്യയാണ്, അല്ലല്ല സൗത്ത് ഇന്ത്യയാണ്, യെസ്. ഈസ് യുവർ ക്യാരക്ടർ ലീവ് ഇൻ കേരള, നോ. ഈസ് യുവർ ക്യാരക്ടർ ദ ലീഡർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. ഗൈസാണ്ട് ഇവന് ഏകദേശം പിടുത്തം കിട്ടിയതാ. ഈസ് യുവർ ക്യാരക്ടർ എന്തൊരു മൂവി ലിയോ ഗൈസ്. അപ്പോൾ അതും പിടുത്തം കിട്ടി. ഈസ് യുവർ ക്യാരക്ടർ ഫേവറേറ്റ്, അത് നമുക്കറിയില്ല ഗൈസ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ വിജയ് സാറിനെ ഇഷ്ടപ്പെട്ട കളർ. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് 2 ഡോഗ്സോ ഗൈസ്. അത് ഞാൻ ഒന്നേ കണ്ടിട്ടുള്ളൂ, എനിക്ക് അതും കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ഡോണിനെ കൊടുത്തു. ഡസ് യുവർ ക്യാരക്ടർ ലവ് ക്യാറ്റ്സ്, കണ്ടോ ഗൈസ് കിട്ടി സംഭവം ഗൈസ്. ഇതും നമ്മുടെ അക്കിനേറ്ററിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടർ നമ്മുടെ കുറേ പേര് ഇനിയും ചെയ്യാട്ടോ ഗൈസ്. നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ ഇനി ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. എന്താ പറയുക, ഇനിയും കൂടുതൽ അദ്ദേഹം സെർച്ച് ചെയ്യണം. ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് നമ്മുടെ ശിവകാർത്തികനെ നോക്കാം. ഈസ് യുവർ ക്യാരക്ടർ ഇന്ത്യൻ, യെസ്. വൈഫ് ഉണ്ട്, യെസ്. ഈസ് യുവർ ക്യാരക്ടർ ആൻ ആക്ടർ, യെസ്. ഈസ് യുവർ ക്യാരക്ടർ മലയാളിയാണെന്ന് ചോദിച്ചു. പക്ഷേ എന്താണെന്ന് പറയുക ഗൈസ്, ഇത് സംഭവം എന്താ വെച്ചാൽ നോ ആണ്. പക്ഷേ ശിവകാർത്തികൻ എന്തായാലും മലയാളം ഏകദേശം കുറച്ചൊക്കെ അറിയാം. പിന്നെ അല്ല നോ. പിന്നെ ഈസ് യുവർ ക്യാരക്ടർ ഫ്രം തമിഴ്നാട്, യെസ്. ഹാവ് യുവർ ക്യാരക്ടർ ആക്ടഡ് ഇൻ ദ, ഇല്ല അത് നമ്മുടെ നിവിൻ ബോഡി ഇതിനല്ല. ഈസ് യുവർ ക്യാരക്ടർ മാരീഡ് ടു എ ഫേമസ് പേഴ്സൺ,
അല്ല. ഈസ് യുവർ ക്യാരക്ടർ കറന്റ് മോർ ദാൻ അല്ലല്ലോ 50 വയസ്സിന് മേളിലല്ല. നോ കൊടുത്തു. ഇസ് യുവർ ക്യാരക്ടർ പ്ലേ ദ റോൾ ഓഫ് എ ഡോക്ടർ. അക്കിനേറ്ററിന്റെ ദേഷ്യം പിടിച്ചു. ഈസ് യുവർ ക്യാരക്ടർ മെയ്ഡ് ഓഫ് വാട്ടർ. ഇസ് യുവർ ക്യാരക്ടർ കണ്ടോ നേഴ്സ് എത്തി. അതും ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹാസ് യുവർ ക്യാരക്ടർ എവർ ബീൻ എ സോൾജിയർ. കണ്ടോ ഗൈസ്, അവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ SKനെ തന്നെ അവർ കണ്ടുപിടിച്ചു. ഗൈസ് ഇനി നമുക്ക് നമ്മുടെ മമ്മൂക്കേനെയും കൂടെ കണ്ടുപിടിച്ചിട്ട് പിന്നെ DQനെയും കുറേ പേര് ഇനിയും നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ലെങ്തി വീഡിയോ ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ കിട്ടിയതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഏറ്റവും രസം എന്താണെന്നറിയോ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് റാങ്ക് പുഷുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോഴാണ് എന്താ പറയുക ബക്കൂട്ടി ബ്രോനെ കിട്ടിയത്. ഞാനും എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ കോമാച്ചുമായിട്ട് അങ്ങനെ എന്തോ സംഭവം വന്നു, കോപ്പറേറ്റീവ് ഫോർ പ്ലേയേഴ്സുമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ പേര് വന്നിട്ട്. അതുവരെ കിട്ടിയില്ല, കുറേ നേരമായി തപ്പിയത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മമ്മൂക്കയെ നോക്കാം. സെലക്ട് നെയിം ഓഫ് ഫസ്റ്റ്. ഡിഡ് യു ക്യാരക്ടർ ഹാവ് എ വൈഫ്? എസ് കൊടുത്ത്. ഈസ് യുവർ ക്യാരക്ടർ എ മുസ്ലിം? യെസ്. ഈസ് യുവർ ക്യാരക്ടർ ഓവർ? യെസ്. പിന്നെ അല്ലല്ല നോ. ഫേമസ് സൺ. കണ്ടോ ഗൈസ്, ഏകദേശം ഇപ്പം തന്നെ അവർക്ക് പിടുത്തം കിട്ടി. ഈസ് യുവർ ക്യാരക്ടർ ബ്ലഡ് ടൈപ്പ്? അതെനിക്ക് അറിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ ഡോണ്ട് നോ. ഈസ് അല്ല നോ. കണ്ടോ ഇതൊക്കെ കുറഞ്ഞ ക്വസ്റ്റ്യൻ ആയപ്പോൾ തന്നെ അവർക്ക് ഏകദേശം പിടുത്തം കിട്ടി. അപ്പം മച്ചന്മാരെ നമ്മൾ ഇതിലൊരു 4 പേരെയാണ് നമ്മൾ കണ്ടെത്തിയത്. അതിനിടയ്ക്ക് കേസ് നമ്മുടെ ഇതാ ഇവിടെ കണ്ടോ സോളോ അണ്ണൻ, സോളോ റാപ്പിഡ്, ബ്ലാക്ക് മാമ്പ ഗെയിമിങ്, കുറേ പേര് ഓൾറെഡി കേസ്. ഇത് നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാനത് ഈ വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡിങ് വെക്കുന്നില്ല കേട്ടോ. കാരണം 10 മിനിറ്റ് എങ്ങാണ്ടോ ഇരുന്ന്, 10 മിനിറ്റ് അല്ല കുറേ ചോദ്യം ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ലിസ്റ്റ് ഓൾറെഡി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. കുറച്ച് പേരെ വന്നു കേട്ടോ കേസ്, കുറേ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ കുറേ പേര് വന്നു. അതിൽ ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ മല്ലുവാണ് 2 പ്രാവശ്യം വന്നത്, പിന്നെ നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ബ്രോ, പിന്നെ വേറെ ആരുടെയും അങ്ങനെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ നമ്മുടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതാ കിട്ടിയ ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മുടെ ആ ഒരു കള്ളൻ്റെ വീഡിയോ ഞാൻ അവിടെ വെച്ച് കളഞ്ഞതല്ല, ഇപ്പോഴും കള്ളൻ ആ കുഴി കിടക്കുകയാണ്. അത് ഇനിയും നമ്മൾ കുഴിച്ച് അത് പുറത്തെത്തിച്ചതിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ എന്താ പറയുക ഓൾറെഡി ലൈവ് ആയതുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് പിന്നെ വന്നില്ല. അപ്പോൾ വെച്ചാൽ അവർ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി ലൈവ് ഉണ്ട്. അപ്പോൾ ഈ ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ആ ഒരു ചാനലിലേക്ക് വരിക. എന്തായാലും നമ്മളതിൽ ഡെയിലി ലൈവാണ്. നാളെ ഇനിയിപ്പോൾ ലൈവ് ഉണ്ട്, രാവിലെ കേട്ടോ ലൈവ്. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ രാത്രിയല്ല, രാവിലെ 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്രയും ലോങ് ആയിട്ടുള്ള ലൈവ് സ്ട്രീമാണ്. അപ്പോൾ അത് ചോദിച്ചപ്പോഴാട്ടോ ഗൈസ് അവർ പെട്ടെന്ന് തന്നെ ഇത് തന്നെ. അതായത് കുറേ ലാസ്റ്റ് അങ്ങ് എത്തി. പിന്നെ എന്താ പറയുക അവർ റാങ്കൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചെറിയൊരു സ്ക്രീൻഷോട്ടുമാണ്. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിലായിട്ടും ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.